Peace to you, my dear teachers, students and parents. This is a repetition of yesterday's video in Malayalam. Since many of my friends and many of the viewers requested for a Malayalam version, that's why I'm doing it in Malayalam. പ്രിയപ്പെട്ടവരെ, CBSE 2020-21 വർഷം പരീക്ഷകൾ നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് 28 രാജ്യങ്ങളിലപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന CBSE സ്കൂളുകളും പരീക്ഷകളൊക്കെ ഈ കോവിഡ് കാലത്ത് നടത്തുക എന്നുള്ളത് CBSEയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരു മോഡറേഷൻ സ്കീമും ഒരു സ്പെഷ്യൽ സ്കീമൊക്കെ വെച്ചുകൊണ്ടാണ് റിസൾട്ട് പ്രിപ്പയർ ചെയ്തത്. ഇനി പുതിയൊരു അക്കാഡമിക് വർഷത്തിലേക്ക് വരുമ്പോൾ 2021-22 ഈ പുതിയ അക്കാദമിക് വർഷം നമ്മൾ നോക്കുമ്പോൾ CBSE വളരെ നേരത്തെ തന്നെ ഒരു പുതിയ വാല്യുവേഷൻ സ്കീം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വർഷം ചെയ്ത ഒരു പാറ്റേൺ ഓഫ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഓഫ് ഇവാലുവേഷനും അതേപോലെ മോഡറേഷൻ സ്കീമൊക്കെ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ആപ്ലിക്കബിൾ ഫോർ ഓൾ ദ ഇയർ. അത് എല്ലാ വർഷത്തേക്കും ആപ്ലിക്കബിൾ ആവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വർഷം കുറച്ചും കൂടെ വ്യവസ്ഥാപിതമായ ഇവാലുവേഷൻ സ്കീം ഈ പാൻഡമിക് സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് CBSE 2 ആഴ്ചകൾക്ക് മുമ്പ് ആ ഒരു അക്കാഡമിക് സർക്കുലർ 51 CBSE വളരെ കൃത്യമായി ന്യൂ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ അതിൻ്റെ തുടർച്ച എന്നോണം CBSE കുറേ ഡോക്യുമെൻറ്റ്സുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് 51 നമ്പർ സർക്കുലർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ CBSE ടേം 1 ടേം 2 സ്പ്ലിറ്റ് സിലബസ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ടേം 1 ഏത് ഭാഗം പഠിക്കണം, ടേം 2 ഏത് ഭാഗം പഠിക്കണം എന്നുള്ള കരിക്കുലം സ്റ്റേറ്റ്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളം, അറബിക്, ഏതാനും ചില ഭാഷകൾ ഒഴികെ ബാക്കിയുള്ള കോർ സബ്ജക്ട്സിൻ്റെ ഒക്കെ ഈ ഒരു സ്പ്ലിറ്റ് സിലബസ് അവൈലബിൾ ആണ്. നിങ്ങളെല്ലാവരും വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളിലേക്ക് അത് വളരെ പെട്ടെന്ന് എത്തിക്കുന്നതുമായിരിക്കും. രണ്ടാമത് CBSE ടേം 1 പരീക്ഷ എന്ന് പറയുന്നത് MCQ OMR ടെസ്റ്റാണ്. ഒരു എൻട്രൻസ് മാതൃകയിലുള്ള പരീക്ഷയായിരിക്കും. എൻട്രൻസിനൊക്കെ ബബിൾ ചെയ്ത് ആൻസർ ചെയ്യുന്നത് പോലെ OMR ഷീറ്റിൽ 90 മിനിറ്റ് പരീക്ഷയാണെന്നാണ് CBSE പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനകത്ത് കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള MCQ ഉണ്ടാവും. നോർമൽ MCQന് പുറമെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അസേർഷൻ റീസണിങ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നിട്ട് വലിയ പാരഗ്രാഫുകളും സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് അത് വായിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ റീസണിങ് അതിന് ഓരോന്നിനെയും നമ്മൾ റീസൺസ് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്തുന്ന രീതിയിലുള്ള അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ ഗൗരവമുള്ള പ്രിപ്പറേഷൻ ടേം 1 പരീക്ഷയ്ക്ക് വേണം. കാരണം MCQ പരീക്ഷ എന്ന് പറയുമ്പോൾ സത്യത്തിൽ മാർക്ക് കിട്ടാൻ എളുപ്പമാണ്, നന്നായി പഠിക്കുന്നവർക്കും പ്രാക്ടീസ് ചെയ്തവർക്കും. എന്നാൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും മാർക്ക് നഷ്ടപ്പെടുമെന്നുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ വളരെയധികം ആഴത്തിൽ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുകയും നല്ല രീതിയിൽ ഇത്തരം മാതൃകാ ചോദ്യങ്ങൾ ധാരാളം വർക്കൗട്ട് ചെയ്യുകയും ചെയ്യണം ടേം 1 പരീക്ഷയ്ക്ക്. അപ്പോൾ ടേം 1 പരീക്ഷ അങ്ങനെ നടത്തുന്നു. ഇനിയും പരീക്ഷയെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. മീൻസ് എങ്ങനെയാണ് അതിൻ്റെ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻ ബാങ്കുകൾ CBSE ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി പല കോർ സബ്ജക്റ്റിനും ഏതാനും ചില കോർ സബ്ജക്റ്റിനും മോർ ദാൻ 50% ഓഫ് ദ സബ്ജക്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ബാങ്കുകൾ CBSE പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. CBSE വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ മനസ്സിലാക്കുന്നത് അതും നിങ്ങളുടെ കൈകളിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ടേം 1 പരീക്ഷ. ഇനി ടേം 2 ടേം 1 പഠിച്ചത് പഠിക്കേണ്ട, ടേം 2 പുതിയ പാഠങ്ങൾ, അടുത്ത ബാക്കിയുള്ള കരിക്കുലത്തിൽ തന്നിട്ടുള്ള പുതിയ പാഠങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ടേം 1 ഒരു 50%, ടേം 2 50% സെപ്പറേറ്റ് പഠിക്കുകയും അതിന് തന്നെ CBSE കഴിഞ്ഞ വർഷം റെഡ്യൂസ്ഡ് സിലബസ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, റേഷണലൈസ്ഡ് സിലബസ് ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറഞ്ഞ ഒരു സിലബസാണ് CBSE ലാസ്റ്റ് ഇയർ കൊറോണ കാലത്ത് സ്കൂളുകൾക്ക് കരിക്കുലം നൽകിയത്. ആ കരിക്കുലം തന്നെ ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ടേം 1 ടേം 2 തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരീക്ഷ. പിന്നെ ടേം 2 പരീക്ഷ, ഈ ടേം 1 പരീക്ഷ നടക്കുന്നത് നമ്മുടെ നവംബർ ഡിസംബർ മാസങ്ങളിൽ CBSE വ്യവസ്ഥാപിതമായ ഒരു പരീക്ഷ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് OMR ഷീറ്റുകളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു പരീക്ഷ നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ടേം 2 പരീക്ഷയ്ക്ക് OMR MCQ പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് രണ്ടും 3 hour എക്സാമിന് പകരം 2 hour എക്സാമാണ് നടത്താൻ പോകുന്നതെന്നും CBSE പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും കുറച്ചും കൂടെ ഗൗരവമായ പഠനങ്ങളും പരിശീലനങ്ങളൊക്കെ അത്യാവശ്യമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം പരീക്ഷ നടത്താതെ ഇപ്പോൾ ചെയ്തതുപോലെയുള്ള ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് അസസ്മെൻറ്റിൻ്റെ പുറത്തൊക്കെ മാത്രം CBSE നെക്സ്റ്റ് ഇയർ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നില്ല. പകരം CBSE വളരെ വ്യവസ്ഥാപിതമായ ഒരു
ഒരു ഇവാലുവേഷൻ സിസ്റ്റം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാൻ പറ്റും നമ്മുടെ ഇന്റേണൽ അസസ്മെന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വി നോ ദാറ്റ് ദ കോർ സബ്ജക്ട്സ് ആർ ടേക്കിംഗ് 80 മാർക്സ് ഫോർ ദ തിയറി എക്സാമിനേഷൻ. പ്രധാനപ്പെട്ട പേപ്പറുകൾക്കൊക്കെ 80 മാർക്കാണുള്ളത്. അപ്പോൾ ആ 80 മാർക്ക് കഴിഞ്ഞ് വരുന്ന 80-20 പാറ്റേണിലുള്ള 20 മാർക്സാണ് പിന്നീട് ഇന്റേണൽ അസസ്മെന്റ്. ഇന്റേണൽ അസസ്മെന്റും കൃത്യമായിട്ട് CBSE ടേം 1 ടേം 2 എന്ന് പറഞ്ഞ് കൃത്യമായി ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ 80-20 പാറ്റേണിലുള്ള സബ്ജക്റ്റുകൾക്ക് ഇപ്പോൾ ക്ലാസ് 9-10 ഒക്കെ പറയുകയാണെങ്കിൽ ടേം 9-10 ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഈ 9-10ൽ ടേം 1ന് 10 മാർക്സ്, ടേം 2ന് 10 മാർക്സ്, അങ്ങനെയാണ്. ആദ്യത്തെ ടേമിൽ 10 മാർക്ക്, രണ്ടാമത്തെ ടേമിൽ 10 മാർക്ക്. അതിൽ തന്നെ പീരിയോഡിക് ടെസ്റ്റുകളെ കുറിച്ച് ഇന്റേണൽ അസസ്മെന്റിൽ പറയുന്നു സ്കൂളുകൾക്ക് 3 പീരിയോഡിക് ടെസ്റ്റ് വരെ നടത്താം. ഇനി അതിന് സാധ്യമല്ലെങ്കിൽ ടേം 1ൽ ഒരു പീരിയോഡിക് ടെസ്റ്റും ടേം 2ൽ വേറൊരു പീരിയോഡിക് ടെസ്റ്റ് നടത്താമെന്നാണ് CBSE പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് ഈ പീരിയോഡിക് ടെസ്റ്റിന്റെ വെയിറ്റേജ് ടേം 1ൽ 3 മാർക്സ് ആണ്, 3 മാർക്കിന്റെ വെയിറ്റേജ്. 2 മാർക്ക് മൾട്ടിപ്പിൾ അസസ്മെന്റ്, നമ്മുടെ ഡിബേറ്റ്സ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ബ്ലോഗ് റൈറ്റിംഗ്, മറ്റ് ക്രിയേറ്റീവായിട്ടുള്ള കുട്ടികളുടെ പെഡഗോജിയെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നടത്തുന്ന, അല്ലെങ്കിൽ പാഠ്യപദ്ധതിയെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ക്ലാസ് റൂം പെഡഗോജിയുടെ ബേസിൽ നടത്തുന്ന ഡൈവേഴ്സിഫൈഡ് സ്കിറ്റുകളാവാം, നമ്മുടെ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ആക്ടിവിറ്റീസ് ആവാം, സ്പോർട്സ് ഇൻ്റഗ്രേറ്റഡ് ആക്ടിവിറ്റീസ് ആവാം, ഇതൊക്കെ ആവും. മറ്റൊന്ന് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും ഹൗ ദ റെക്കോർഡ്സ് ആർ കെപ്റ്റ്, അഡീഷണൽ റൈറ്റപ്സ്, ജേർണൽസ്, ഓൾ ദോസ് തിങ്സ്. പോർട്ട്ഫോളിയോ അതിന് 2 മാർക്സ് ആണ്. മൾട്ടിപ്പിൾ അസസ്മെന്റിന് 2 മാർക്സ്, ഈ പറയുന്ന പോർട്ട്ഫോളിയോക്ക് 2 മാർക്ക്, സബ്ജക്റ്റ് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസിന് 3 മാർക്ക്. അപ്പോൾ 3+2+2+3, 3 കൂട്ടണം 2 കൂട്ടണം 3, ഇങ്ങനെയാണ് 10 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ടേം 1ൽ. ഇത് റിപ്പീറ്റ് ചെയ്യും രണ്ടാമത്തെ ടേമിൽ. അപ്പോൾ 10+10 20. ഇതിൽ വേറൊന്നും എടുത്ത് പറയുന്നത് ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ആക്ടിവിറ്റീസും ആർട്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റുമാണ്. CBSE 2020 തന്ന ഒരു സർക്കുലർ പ്രകാരം, സർക്കുലർ നമ്പർ 33 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതുപ്രകാരം വി ഹാവ് ടു ഫോളോ ഇറ്റ്. ഓക്കെ, ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ 2020 തന്ന അക്കാഡമിക് സർക്കുലറും 33/20 എന്ന് പറയുന്ന ആ സർക്കുലർ പ്രകാരം ആർട്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ടു ബി കണ്ടക്റ്റഡ്. ആർട്ട് ഇൻ്റഗ്രേഷൻ ഇതുവരെ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. അതിനകത്ത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ സ്റ്റിൽ ഫോർ ദിസ് അക്കാഡമിക് ഇയർ സോ ഫാർ ഇറ്റ് ഈസ് ദ പെയ്ഡ് സ്റ്റേറ്റ് ഈസ് ഹിമാചൽ പ്രദേശ്. ചേഞ്ചസ് ഇഫ് എനി ഇറ്റ് വുഡ് ബി അപ്ഡേറ്റഡ്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും. ഇതാണ് ഒരു ക്ലാസ് 9 and 10ൻ്റെ പിക്ചർ. ഇതിനകത്ത് ക്ലാസ് 9 വരുമ്പോൾ കുറച്ചും കൂടെ സ്കൂളുകൾക്ക് ലിബറലായി ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു ന്യൂ സ്കീം ഈ 2021-22 വർഷത്തേക്ക് ആയതുകൊണ്ട് പൂർണ്ണമായും ഒരു MCQ MR ടെസ്റ്റിലേക്ക് പോവാതെ ഒരു 60-40 പാറ്റേണിലോ അല്ലെങ്കിൽ 50-50 പാറ്റേണിലോ MCQ പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ നടത്താം. വളരെ നല്ല രീതിയിൽ വിജയകരമായിട്ട് കരിക്കുലം ട്രാൻസാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് CBSE ഉദ്ദേശിക്കുന്നത്. വളരെ കൃത്യമായ ഗൈഡ് ലൈന് തന്നിട്ടുണ്ട്. ഇനി ഈ +2ൻ്റെ ഇന്റേണൽ മാർക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ +2ൻ്റെ സീനിയർ സെക്കൻഡറിയുടെ ഇന്റേണൽ അസസ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി നോ ദാറ്റ് there are some subjects with practicals like biology, physics, chemistry, core subjectsലെ ഇത്തരം വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്. 30 മാർക്കിന് 70-30 പാറ്റേണിലാണ്. ഇവിടെ ഈ 30 മാർക്സിൻ്റെ പ്രാക്ടിക്കൽസ് 15 മാർക്സിന് ടേം 1ലും വിത്ത് ഇന്റേണൽ എക്സാമിനർ ആൻഡ് 15 മാർക്സിന് എക്സ്റ്റേണൽ എക്സാമിനറോടുകൂടി ബോർഡ് അപ്പോയിൻറ്റഡ് എക്സ്റ്റേണൽ എക്സാമിനറുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ പരീക്ഷയും പ്രാക്ടിക്കൽ എക്സാംസും ഒക്കെ നടത്താം. ടേം 1ൽ ഇന്റേണൽ എക്സാമിനർ മാത്രമേ ഉണ്ടാവുള്ളൂ. അറ്റ് ടൈംസ് ചിലപ്പോൾ മാത്രം CBSE അലോട്ട് ചെയ്യുന്ന ചില സബ്ജക്റ്റുകളിൽ, വളരെ എന്താ പറയുക, ചില പ്രോജക്റ്റുകളൊക്കെ വരുന്ന ചില സബ്ജക്റ്റുകളിൽ അങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ 15+15 30 എന്നാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് പ്രാക്ടിക്കൽസ് ഒന്നും നടത്താൻ പറ്റുന്നില്ലെങ്കിൽ CBSE പറയുന്നു പ്രാക്ടിക്കൽ സിലബസിൻ്റെ ബേസിലൊരു പെൻ പേപ്പർ ടെസ്റ്റ് നടത്തുന്നു. ആ പെൻ പേപ്പർ ടെസ്റ്റിൻ്റെ മാർക്കായിരിക്കും CBSEയിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടും. So the practical syllabus also very important. The practical curriculum also very important. That is to be well presented with the students. അപ്പോൾ ആ ഒരു 70-30 എന്നുള്ളതിൽ 30-15 ടേം 1 ടേം 2 എന്നുള്ള ഒരു പാറ്റേണിലായിരിക്കും പോവുക. ഇനി ചില മാത്തമാറ്റിക്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ നമുക്കറിയാൻ പറ്റും 80-20 പാറ്റേണാണ്. ഈ മാത്തമാറ്റിക്സിനെ കുറിച്ച് വളരെ എടുത്തു പറയുന്ന ഒരു കാര്യം, ദ കോമൺ മാത്തമാറ്റിക്സ് സ്ട്രീമിൽ മാത്ത് വർക്കുകൾക്ക്, മാത്തമാറ്റിക്സ് ആക്ടിവിറ്റികൾക്കാണ് ഒരു 5 മാർക്സ് വെയിറ്റേജ്. അതിൻ്റെ ബേസിൽ നടത്തുന്ന എനി വൺ ഓഫ് ദ ആക്ടിവിറ്റീസ്
മാത്തമാറ്റിക്സ് ആക്ടിവിറ്റി ഫയൽ കീപ്പ് ചെയ്യുകയും അതിൽ നിന്ന് ഒരു 5 മാർക്സിൻ്റെ വൈവ ഉണ്ടായിരിക്കുകയും 5 മാർക്സിൻ്റെ വെയിറ്റേജ് അവർക്ക് നടത്തുന്ന മിഡ് ടേം പീരിയോഡിക് ടെസ്റ്റിൻ്റെ വെയിറ്റേജ് എടുക്കും. ഇനി ലാംഗ്വേജസ് ആണെങ്കിൽ അസസ്മെൻറ്റ് ഓഫ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്, അസസ്മെൻറ്റ് ഓഫ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്, അതിൻ്റെ നമ്മുടെ വാചാ പരീക്ഷ, ഒരു ലിസണിങ്ങും സ്പീക്കിംഗ് അസസ് ചെയ്യുന്ന ASLനായിരിക്കും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത്. 10+10 എന്നുള്ള 20 കൊടുക്കുന്നത്. പിന്നെ ചില സബ്ജക്റ്റുകളുണ്ട്, നമുക്കറിയാൻ പറ്റും കൊമേഴ്സ് സ്ട്രീമിലൊക്കെയുള്ള ബിസിനസ് സ്റ്റഡീസ്, അതേപോലെ ഇക്കണോമിക്സ്, അക്കൗണ്ടൻസി എന്നുള്ള സബ്ജക്റ്റുകളിൽ നമുക്കറിയാൻ പറ്റും പ്രോജക്റ്റുകളുണ്ട്. ആ പ്രോജക്റ്റുകൾ ഇറ്റ് ഈസ് ഓൾസോ ഡിവൈഡഡ്. അതിൻ്റെ ആ ഒരു കോഴ്സ് ഓഫ് ഒരു പ്രോജക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോഴ്സ് ഓഫ് പ്രോജക്റ്റ് ഉണ്ടല്ലോ, ആ പ്രോജക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കോഴ്സിനെ രണ്ട് പാറ്റേണിലേക്ക് ഡിവൈഡ് ചെയ്യുകയും ഇയർ എൻഡ് ആകുമ്പോഴേക്ക് അതിൻ്റെ കംപ്ലീഷൻ നടക്കുകയും അതിൻ്റെ ഫസ്റ്റ് ടേമിൽ അതിന് 10 മാർക്ക് അവാർഡ് ചെയ്യുകയും അടുത്ത ടേമിൽ അതിന് 10 മാർക്ക് അവാർഡ് ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെ സമയബന്ധിതമായി CBSE പൂർത്തിയാക്കുമെന്ന് വളരെ കൃത്യമായി പറയുന്നു. മറ്റു സ്പെഷ്യൽ സബ്ജക്റ്റുകളുണ്ട്, അതിനകത്തും ഇപ്പോൾ 60-40 പാറ്റേണിലും അതേപോലെ 70-30 പാറ്റേണിലും വരുന്ന സബ്ജക്റ്റുകൾക്കും ഇന്റേണൽ മാർക്സിന് ടേം 1 ടേം 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്റേണൽ അസസ്മെൻറ്റ് ഇനി CBSE തന്നെ സർക്കുലറിൽ 51 നമ്പർ സർക്കുലറിൽ വളരെ കൃത്യമായി പറയുന്നു, ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെയുള്ള ഒരു അസസ്മെൻറ്റും ഇപ്പോൾ OMR ടെസ്റ്റുകളോ മറ്റു ഓഫ്ലൈൻ ടെസ്റ്റുകളൊന്നും നടത്താൻ ഡിസ്ക്രിപ്റ്റീവ് ടേമെൻറ്റിലൊന്നും നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്റേണൽ അസസ്മെൻറ്റ് ഈസ് എ മേജർ കൺസേൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ CBSE ഈസ് ആസ്കിങ് all the schools, students, parents to be very much aware of it, especially teachers also. We need to guide them well. വളരെ നന്നായിട്ട് അവരെ ഗൈഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ കൃത്യമായ ഒരു എന്താ പറയുക ഇന്റേണൽ അസസ്മെൻറ്റ് പക്ക നടത്തുകയും അതിൻ്റെ പ്രൂഫൊക്കെ കീപ്പ് ചെയ്ത് വെക്കുകയും ടൈം ബൗണ്ടഡ് ആയിട്ട് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയും അങ്ങനെ ബേർഡൻ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റേണൽ അസസ്മെൻറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും OMR മാതൃകയിലുള്ള പരീക്ഷയ്ക്ക് കൂടുതൽ സാധ്യതകളും അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങളും നേരത്തെയൊക്കെ നമുക്കറിയാം കഴിഞ്ഞ 2-3 വർഷമായിട്ട് CBSEയിൽ 20% തുടക്കത്തിൽ ആഡ് ചെയ്യുന്നത് ഇന്റേണൽ അസസ്മെൻറ്റ് MCQ. പിന്നീട് അത് 30%, ലാസ്റ്റ് ഇയറൊക്കെ വന്നപ്പോഴേക്ക് 30% ഒക്കെ ഉണ്ടായിരുന്നു, 40 ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എക്സാക്ട് 50% അല്ലെങ്കിൽ ടേം 1ൻ്റെ പരീക്ഷ പൂർണ്ണമായി MCQയിലായി. അപ്പോൾ കൂടുതൽ ടെക്സ്റ്റ് ബുക്ക് വായനയും കൃത്യമായ പരിശീലനവും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മോഡലാണ് എല്ലായ്പ്പോഴും CBSE പരീക്ഷയ്ക്കും ഇവാലുവേഷനും ഉണ്ടാക്കാനുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു എളുപ്പത്തിൽ എന്താ പറയുക ഒരു സാധ്യതയുമില്ലാത്ത ഒരു വാലിഡിറ്റിയും റിലയബിലിറ്റിയും ഇല്ലാത്ത എങ്ങനെയെങ്കിലുമൊക്കെ മാർക്ക് ദാനം നൽകുക എന്നുള്ളത് CBSEയുടെ പോളിസിയേ അല്ല. CBSE ഈസ് റിയലി സ്ക്രൂട്ടനൈസിങ് ദ ക്വാളിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പോൾ ആ ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് നന്നായിട്ട് പ്രാക്ടീസ് സെഷൻസ് കണ്ടക്ട് ചെയ്യണം, സ്റ്റുഡൻസ് നന്നായിട്ട് ഇൻവോൾവ് ചെയ്യണം. ഇതിനെക്കുറിച്ച് കൃത്യമായ അവയർനെസ് ഉള്ള പാരൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു 3-tier സിസ്റ്റം വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും അങ്ങനെ നമ്മുടെ മക്കൾക്ക് വളരെ കൃത്യമായ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ദർ ഇസ് നത്തിങ് ടു ബി വറീഡ് ആൻഡ് ടെൻസ്ഡ് ആൻഡ് ഡിപ്രസ്ഡ് ആൻഡ് സ്ട്രെസ്ഡ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായ ടൈം ബൗണ്ടഡ് സമയം ക്രമീകരിച്ചിട്ടുള്ള നമ്മുടെ പരിശീലനം ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യമാവും. അപ്പോഴുള്ള CBSEയുടെ അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭ്യമാക്കുകയും അങ്ങനെയുള്ള പരിശീലനങ്ങളൊക്കെ അധ്യാപകർ നൽകുകയും ചെയ്യും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു ഓൾ.